ഹലോ ഗായ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഞാൻ രാവിലെ അപ്ഡേറ്റ് ചെയ്ത എത്രലിയത്തിൻ്റെ ഒരു ബൈങ് റേഞ്ച് ആയിരുന്നു. അത് ഈ പൊസിഷനിലെത്തുമ്പോൾ മേടിച്ചോളാൻ ഞാൻ പറഞ്ഞു. ഞാൻ 3566 ആ പൊസിഷനിലെത്തുമ്പോൾ ബൈപ്പൻ്റെ ചെയ്തോളാനാണ് പറഞ്ഞത്. 300-400 മൂവ്മെൻറ്റാണ് മൂവ്മെൻറ്റാണ് പ്രതീക്ഷിക്കണത് അതിൽ. പിന്നെ ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ബിറ്റ് കോയിനും എത്രയും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണത്. അപ്പോൾ അതിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ ലിങ്കിൽ കയറിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ ഒന്ന് ഞാൻ രാവിലെ പറഞ്ഞത് പിന്നെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസാണ്. നമുക്ക് കാണാം, ഇതൊക്കെയാണ് ആ ലെവൽസ്. പിന്നെ ഈ ലെവൽസൊക്കെ എങ്ങനെ വർക്ക് ചെയ്താൽ നമുക്കൊന്ന് ചാർട്ടിൽ നോക്കിയേക്കാം. മാർക്കറ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പേ കൊടുക്കുന്ന ലെവൽസാണ് കേട്ടോ ഇതൊക്കെ. പിന്നെയാണ് കാര്യങ്ങളൊക്കെ വർക്കാവണത്. രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ കയറി നിന്നു. അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും സ്പോട്ട് നോക്കി ചെയ്യണവർക്ക്. നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി ഞാൻ 8 റേഞ്ചിൻ്റെ ഉള്ളായിരുന്നു നിൽക്കണ്ടായിരുന്നു. അതൊരു ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് ഒന്നും വന്നിട്ടില്ലേ, നല്ലൊരു ബ്രേക്കിംഗ് ഒന്നും വന്നിട്ടില്ലേ. ഇവിടെ എന്താ ട്രേഡ് എടുക്കാണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലിമിറ്റ് ഓർഡർ ഇരിക്കുകയാണെങ്കിൽ ലിമിറ്റ് ഓർഡർ ഏതെങ്കിലും സ്ട്രൈക്കിൽ കിട്ടുമായിരിക്കും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാനിൽ വന്ന് അടിയിലേക്ക് കണ്ട് ക്ലോസ് ചെയ്തു. ഈ ക്യാനിൽ ശരിക്കും അടിയിൽ ക്ലോസ് ചെയ്യണം, മുകളിലേക്ക് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് തന്നെ പോയാനെ. അപ്പോൾ അങ്ങനെ അടിയിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഏതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എക്സിറ്റ് അടിച്ചേക്ക്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഈ കണ്ടീഷൻ കറക്റ്റ് നമ്മുടെ ലെവലിൽ വന്നാലാണ് ട്രേഡ് കേട്ടോ. അത് ഞാൻ തന്നെയും പറഞ്ഞായിരുന്നു. നമുക്ക് ബഫർ പ്രൈസിങ്ങിൽ ഇടാൻ പറ്റണം. ഈ റേഞ്ചിനുള്ളിലായിരുന്നു വെക്കണ്ടായിരുന്നു. ഇനി നമുക്ക് ട്രേഡിലേക്ക് പോവാം. ഇന്ന് ഒരു ടാർഗറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം പോയിൻറ്റ്സൊക്കെ കുറേ ട്രേഡിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മിനിറ്റ് ക്യാൻഡിൽ വെച്ചിട്ടുള്ള ട്രേഡിംഗ് ആണ് ചെയ്യണത്. അപ്പോൾ സ്കാൽപ്പിങ് അല്ല, 1 മിനിറ്റ് നമ്മൾ പ്രോപ്പർ വെയിറ്റിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങളെപ്പോൾ നോക്കിയാൽ ഞാനൊരു 10 പോയിൻ്റ് ലോസ് SL ഇടുമ്പോൾ 50 പോയിൻ്റ് പിടിക്കാൻ പറഞ്ഞത് അത് കിട്ടാൻ വേണ്ടി തന്നെയാണ് പറയണത്. ചിലപ്പോൾ അത്രയൊന്നും കിട്ടില്ല. നിങ്ങൾ 10 പോയിൻറ്റിന് 1:3 കിട്ടിയാലും മാക്സിമം ലോട്ടുകളൊക്കെ എടുക്കണവരുണ്ടെങ്കിൽ കുറച്ചൊക്കെ ലോട്ടുകൾ, ഒരു പകുതി മുക്കാൽ ലോട്ടുകളൊക്കെ 1:3 തന്നെ വിറ്റ് ഒഴിവാവുക. എന്നിട്ട് ആ പ്രോഫിറ്റ് എടുക്കുക. എന്നിട്ട് ബാക്കി 1:5 വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. എന്നാൽ റിസ്ക്കാണ് ഓപ്ഷൻസ്. 1 മിനിറ്റിൽ ചെയ്യുമ്പോഴത്തെ റിസ്ക്കാണ് പറയണത് ഞാൻ. 5 മിനിറ്റിലാണെങ്കിൽ നമുക്ക് ഇത്തിരി റിസ്ക് കുറവാണ്. പക്ഷേ എൻട്രികൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 1 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കുറേ എൻട്രികൾ കിട്ടും, പക്ഷേ റിസ്ക് അതുപോലെ ഉണ്ട്. 10 പോയിൻറ്റ് 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ബാങ്ക് നിഫ്റ്റി അടിക്കണോണ്ട് വലിയ വിഷയമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് പ്രോഫിറ്റ് പിടിക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഉള്ളത്തെ കാര്യം പറഞ്ഞാൽ ഞാൻ. പിന്നെ രാവിലെ ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞ 4 സ്ട്രൈക്കുള്ളൂ. ബാങ്ക് നിഫ്റ്റി 52,000 CE, 52,100 PE, നിഫ്റ്റി 24,000 CE, 24,000 PE. ഇത്ര ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലാണ് നമുക്ക് ഇത് വന്നേക്കണത്. 52,000 CE ഫസ്റ്റ് ട്രിഗറായെന്ന് പറഞ്ഞിട്ടാണ് 52,000 CE. 9:26 ഇട്ടാണ് എത്രയായിരുന്നു പ്രൈസ്? 1113.35. ആ ഒരു ട്രേഡ് ഇതായിരുന്നു. 9:26 പറഞ്ഞത്. 9:26 എന്ന് പറയുമ്പോൾ ഈ ക്യാൻഡിൽ അല്ല, ഈ വെച്ച ക്യാൻഡിൽ ലോസ് ചെയ്തിട്ടില്ല എപ്പോഴാണ് പറയണത്.
പിന്നെ നമ്മുടെ ലെവലിൻ്റെ മുകളിൽ പോയി സെല്ലേഴ്സ് എന്ത് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കറക്റ്റ് എൻട്രി വന്നേക്കണത്. നമ്മൾ ലിമിറ്റ് ഓർഡറിൽ ഇരിക്കണം കേട്ടോ. വൺ മിനിറ്റ് ക്യാൻഡിലൊക്കെ നോക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ട്. റിസ്ക് മീൻസ് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അത് ഒരുവിധം പ്രോഫിറ്റ് വയ്ക്കാൻ ഇറങ്ങുക, അതാണ് മെയിനായിട്ടുള്ള എൻ്റെ പരിപാടി. നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ വെച്ച് കിട്ടും. അല്ലെങ്കിൽ പിന്നെ അത് സ്റ്റോപ്പ് ലോസിക്ക് തന്നെ പോകുള്ളൂ. ഇല്ലൊരു 20 പോയിൻ്റ് SL, 27 പോയിൻ്റ് ടാർഗറ്റ്. 27 പോയിൻ്റാണ് ഈ ട്രേഡിൽ കിട്ടിയേക്കണത്. അതായത് 1:1 അച്ചീവ് ആയിട്ടുണ്ട്. 1:1 ഇത്ര വലിയ സംഭവമൊന്നുമല്ല, ഞാൻ പറയണത് 1:1 അതിൻ്റെ ഉള്ളൂ. 20 പോയിൻ്റ് നമ്മൾ 20 പോയിൻ്റ് കിട്ടിയാൽ മതി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയാൽ പോരാ. പക്ഷേ 20 പോയിൻ്റ് കിട്ടലും ഒരു കാര്യമാണ്. ആ ലെവലിൻ്റെ മുകളിൽ നമുക്ക് ട്രേഡ് ചെയ്യുമ്പോഴത്തെ കാര്യം പറഞ്ഞത്. നമ്മുടെ ലെവൽസ് കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതിൽ 27 പോയിൻ്റാണ് വന്നതാണ് ടോട്ടൽ ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസിക്ക് വരാണ്ടുള്ള ടാർഗറ്റിൻ്റെ കാര്യം പറഞ്ഞത്. നിഫ്റ്റി 2400 CE അതും ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 24,000 CE, സോറി 929 പറഞ്ഞു. 24,000 CE. 929 പറഞ്ഞു കേട്ടോ. 24,000 CE. പ്രൈസ് 231.25. ഏതാണ്ട് ഈ കാനലൊക്കെ തന്നെയാണ്. ഈ കറക്റ്റ് ഇതേ കാനലാണ് ട്രേഡ് വന്നേക്കണത്. 929 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാനൽ, ഈ പച്ച ക്യാനൽ ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. ഈ പച്ച ക്യാനൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ് ഇവിടെ ഒരു എൻട്രി ഉണ്ടാകുന്നു. പിന്നെ റിജക്ഷൻ കിട്ടി നേരിട്ട് എൻട്രിയിലേക്ക് പോവുക. ഇത് 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടാണത്. ഇത് നമുക്ക് ഓൾമോസ്റ്റ് ടാർഗറ്റ് വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 22 പോയിൻ്റിൻ്റെ അടുത്താണ് ടാർഗറ്റ്. അതിലൊന്ന് 1:2 ആണ് അച്ചീവ് ആയിരിക്കുന്നത്. മാക്സിമം എല്ലാവരും ബുക്ക് ചെയ്യുക അവിടെ. നിഫ്റ്റിയിൽ 22 പോകുന്ന പറഞ്ഞാൽ ചെറിയ കളിയല്ല. പിന്നെ അടുത്തത് ഇതേ ലെവലിൽ തന്നെ പിന്നെയും റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 231.25 ഇതേ ലെവലിൽ. അത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു 231.25 ഒന്നുകൂടി വാച്ച് ചെയ്യാൻ. $24,000 CE അഗെയിൻസ്റ്റ് സെല്ലേഴ്സ് വെയിറ്റ് CE സ്ട്രൈക്ക് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു ഞാൻ. 24,000 CE. അത് പറഞ്ഞ 9:48 അതായത് ഈ ക്യാനിലോടെ നിൽക്കുമ്പോഴാണ് പറയണത്. ഈ പച്ചക്കാനിൽ അത് അതിൻ്റെ മുകളിലേക്ക് ട്രേഡ് ചെയ്ത് കയറി ഈ പച്ചക്കാനിൽ. എന്നിട്ടൊരു സെല്ലേഴ്സിനെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അടുത്ത ലെവലിൽ കറക്റ്റ് നമ്മുടെ ലെവലിൻ്റെ അടിയിലേക്ക് സെല്ലേഴ്സ് വന്നു. നമ്മളവിടെ ലിമിറ്റോട് ട്രേഡ് ഇട്ടു. ഇനിയിപ്പോൾ മറ്റോടത്ത് ഇപ്പോൾ ടാർഗറ്റ് കിട്ടാത്തവർക്കാണെങ്കിൽ ഇതിൽ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 37-38 പോയിൻറ്റിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ പിന്നെ ഇത് ബ്ലാസ്റ്റിംഗ് ആയിട്ട് പിന്നെ പോയിട്ടുണ്ട് മുകളിലേക്ക്. പക്ഷെ നമ്മളുണ്ടായിരുന്നില്ല ആ ടൈമിൽ. അപ്പോഴേക്കും നല്ല മൂവ്മെൻറ്റ് ഇപ്പുറത്ത് കിട്ടിയത്. നമുക്ക് കിട്ടേണ്ട മൂവ്മെൻറ്റ് ഇപ്പുറത്തായിരുന്നു, ഈ ലെവൽസിലായിരുന്നു. അതായത് നമുക്ക് കിട്ടേണ്ട മൂവ്മെൻറ്റ് ആദ്യമായിരുന്നു. ആ മൂവ്മെൻറ്റ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അതൊക്കെ അങ്ങനെയാണ് ട്രേഡിങ്. 52,100 PE അതായിരുന്നുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ടാർഗറ്റ് അടിച്ച ട്രേഡ്. 10,9 ആ ട്രേഡ് നടന്നത്. 52,100 PE കേട്ടോ. 52,100 PE ഇതായിരുന്നു ടാർഗറ്റ് വന്ന ട്രേഡ്. 10,9. ഈ ലെവലിൽ തന്നെയായിരുന്നു. ആ റിജക്ഷൻ കാനിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഞാൻ കിട്ടണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ ലെവലിൻ്റെ മുകളിൽ ക്രോസ് ചെയ്തു.
പിന്നെ റിജക്റ്റ് ചെയ്യണ ഈ ക്യാനിൽ, അതായത് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കണ ക്യാനിലായിരുന്നു ഞാൻ പറഞ്ഞത് അവിടെ ട്രേഡ് ഉണ്ടെന്ന്. ചിലപ്പോൾ എടുക്കാൻ പറ്റാത്തവരുണ്ടാവാം, അതിന് എടുത്തവരുണ്ടാവാം. എന്തായാലും എടുത്തവർക്കാണെങ്കിൽ അത് പ്ലാസ്റ്റിക് ആണ്. കറക്റ്റ് 100 പോയിൻ്റ് ടാർഗറ്റ് അടിച്ചിട്ടാണ് പിന്നെ അത് അരികെ വന്നേക്കണത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു 1:5 കറക്റ്റ് അടിച്ചൊരു ട്രേഡ്. ഓരോ ട്രേഡ് 1:5 അടിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെയും ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആയിരുന്നു കിട്ടിയത്. അതെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു വോളിയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര ലിക്വിഡിറ്റിയുടെ ഇഷ്യൂസ് അതിൽ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 24,000 PE, 174, 50, 9, 30 പറഞ്ഞാണ്. 174, 50, 30 പറഞ്ഞാണ്. അത് നമുക്ക് ആക്ടിവേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ ക്യാനലാണ് 10-15. അത് കറക്റ്റ് ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കുന്നവർക്ക് കറക്റ്റ് പ്രോഫിറ്റാണത്. 9:34 പറഞ്ഞ ട്രേഡ് നമുക്ക് ട്രിഗറാണ് 10:15. അതൊരു 17 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റാണ് ഡയറക്റ്റ് ഉള്ളൂ അതിൽ. പിന്നെ അത് റിജക്റ്റ് ആയിട്ട് അടിക്കുക വരെ ചെയ്തു. ചിലർക്ക് അത് അടിച്ചിട്ടുണ്ടാവാം, എടുത്തിട്ടുണ്ടാവും, ബുക്ക് ചെയ്തിട്ടുണ്ടാവാം. ചിലവർക്ക് അത് ചിലപ്പോൾ ലോസ് പോയിണ്ടാവാം. എല്ലാ ട്രേഡും നമുക്ക് ഇങ്ങനെയൊക്കെ സക്സസ് ആകാൻ പറ്റില്ലല്ലോ. നല്ലൊരു ട്രേഡൊന്നും കിട്ടിയില്ല. നമ്മൾ നിഫ്റ്റിയൊക്കെ ചെയ്യുമ്പോൾ 10 പോയിൻറ്റിന് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. അതിൻ്റെ കൂടുതലൊന്നും ഇടാൻ നിൽക്കണ്ട നിഫ്റ്റിയിലൊന്നും. കാര്യമില്ല അങ്ങനെ ഇട്ടിട്ട് നിൽക്കണോണ്ട്. 10 പോയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഡയറക്ഷൻ മാറും മാർക്കറ്റ്. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ആകുമ്പോൾ 20-30 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് മനസ്സിൽ വെച്ചോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബ്രാക്കറ്റ് ഓർഡർ ഇട്ടിരുന്നോ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇത്തിരി വിഷയം തന്നെയാണ്, നമ്മുടെ റേഞ്ചിൻ്റെ അപ്പുറത്തേക്ക് പോകും. ഞാൻ പിന്നെ ഇതിലിടുന്ന ഫസ്റ്റ് രാവിലെ കൊടുക്കുന്ന ട്രേഡുകൾ, അതായത് മീൻസ് കോൾസ്, ഞാൻ 4 സ്ട്രൈക്ക് പോകണ്ടായിരുന്നില്ലേ. ഇതിപ്പോൾ ചിലപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ലെവൽസ് ഇട്ട് പോകുന്നതാണ്. ഞാൻ ചിലപ്പോൾ എല്ലാവരും ട്രിഗറായി വാച്ച് ചെയ്തോ എടുത്തോ എന്ന് ചിലപ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിൽ പറയാൻ പറ്റില്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു പൊസിഷനിലാണ്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ട്രേഡ് നടക്കുന്ന സമയത്തായിരിക്കും ഇതിൽ ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എല്ലാ ലെവൽസും നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ് ക്യാനിൽ കണ്ട് അപ്പോൾ കയറുക. അതായത് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് അടുത്ത ക്യാനിൽ റിജക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവർ എൻട്രി ചെയ്യാം. അത് ഞാനിപ്പോൾ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഞാനും പറഞ്ഞു. അതുകൊണ്ട് അവിടെ ട്രേഡ് ഇല്ല എന്നല്ല അർത്ഥം, അവിടെ ട്രേഡ് ഉണ്ട്. അത് ഞാൻ ആകെ 4 സ്ട്രൈക്ക് പറയുള്ളൂ. ആ 4 സ്ട്രൈക്ക് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ആക്ടിവേറ്റ് ആകുന്നത് 52,000 CLC ആണ്. അതായത് 10-20 ഇട്ടാണ് 52,000 C 1037.60. എന്ന് പറയുമ്പോൾ അടിയിലാണ് അടിയിൽ ഈ ആനിലൊക്കെയാണ് 10-28. അവിടെ എത്തുമ്പോഴാണ് ഈ ലെവൽ ഞാൻ പറഞ്ഞായിരുന്നു. ഈ ലെവലിൻ്റെ മുകളിൽ കയറുമ്പോൾ സെല്ലേഴ്സിനെ നോക്കിയിട്ട് കയറാം എന്ന് പറഞ്ഞു. ഇവിടെ പ്രോപ്പർലി നമ്മൾ സെല്ലേഴ്സ് ക്ലോസ് ചെയ്തു. ഇവിടെ റിജക്റ്റായി. നമുക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് ട്രേഡ് കിട്ടി. ആ ട്രേഡ് പക്ഷേ പോയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 23 പോയിൻ്റാണ്. ഗംഭീര ട്രേഡൊന്നുമല്ല, 1:1 ഒരു ട്രേഡായിരുന്നു അത്. പിന്നെ ഞാൻ ലാസ്റ്റ് കൊടുത്തത് 52,100 PE, 787.7, 10:55, 52,100 C, 52,100 PE. $787, 10:55, 10:55 എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ലെവൽ. ഈ ഹാൻഡലിലേക്ക് കൊടുത്താണത്. അത് ഇവിടെ എടുത്തവർക്കാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ആണ്, പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ആണ് ഈ ക്യാൻ ഉണ്ടായിരിക്കണത്. 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് കറക്റ്റ് അടിച്ചിട്ട് അത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ട്രേഡ് കഴിഞ്ഞു. ഇതേ ലെവലിലേക്ക് തിരിച്ച് കയറുമ്പോൾ നമുക്ക് പിന്നെ കൊടുക്കാം കേട്ടോ. അതായത് ഇവിടെ ഈ ക്യാനിൽ കയറി ക്ലോസ് ചെയ്തു, സെല്ലേഴ്സിനെ കണ്ടു, പിന്നെ ട്രേഡ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോൾ 20 പോയിൻ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിന്നിട്ടൊക്കെ ഉണ്ട്. ഒരു 80 പോയിൻറ്റിൻ്റെ അടുത്ത് പ്രോഫിറ്റും വന്നിട്ടുണ്ട് ഇതിൽ.
അതെടുത്തവർക്ക് ഈ ലെവൽസിലൊക്കെ ട്രേഡ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ സ്റ്റോപ്പ് ലോസ് പോയാലും അപ്പുറത്ത് അത് കിട്ടിയിട്ടുണ്ട്. ലെവൽസ് എപ്പോഴും ലെവൽസ് തന്നെയാണ്. ഒരു വട്ടം സ്റ്റോപ്പ് ലോസ് കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ അത് പിന്നെ നോക്കാതിരിക്കാതെ ആ ലെവൽ പിന്നെ ലെവലിന് പിന്നെയും വർക്കാവും. സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഒരേ ലെവൽസിൽ തന്നെ കയറി പോകാത്തോടത്തോളം കാലം നമുക്ക് എടുക്കാൻ പറ്റും. കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഫെമിലിയറായി ആ ലെവല്. അതായത് സെല്ലേഴ്സ് തോറ്റു ബയേഴ്സ് വിൻ ചെയ്ത സിറ്റുവേഷനാണ് കയറി പോണ ലെവല്. കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ പിന്നെയും കോഷ്യസ് ആയിട്ട് വേണം ട്രേഡ് എടുക്കാൻ. കയറി പോകാത്തടത്തോളം നമുക്ക് അവിടെ ട്രേഡ് ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഇതേ ട്രേഡ് തന്നെ 52 100 ഞാൻ കൊണ്ടായിരുന്നു, 845 50. അതായത് 11 മണിക്കാണ് ഞാൻ പറഞ്ഞത്. പതിനൊന്ന് മണിക്ക് ഭയങ്കര ബാക്കിലാണ്. 11 മണി ഇവിടെയൊക്കെയാണ് പറയണത്. ഞാൻ 845 ട്രേഡ് ഉണ്ടാകുന്നു. ആ ട്രേഡ് കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രോഫിറ്റ് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, 40 പോയിൻറ്റ് പണിട്ട് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. 44 പോയിൻറ്റോളം പ്രോഫിറ്റ് ഉണ്ട്. 1:2 ഒക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അത് റിവേഴ്സ് വരെയായിരുന്നു അത് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ട്രേഡിങ്ങൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് ഡബിൾ പ്രോഫിറ്റൊന്നും കിട്ടില്ല. മാക്സിമം ഒരു ടാർഗറ്റൊക്കെ മാക്സിമം അടിക്കാൻ നോക്കാം. അതാണ് ഒരു ടാർഗറ്റ് 2 ടാർഗറ്റ് അല്ലെങ്കിൽ കുറച്ചധികം പോയിൻറ്റ്സ് അങ്ങനെ ആലോചിച്ചിട്ടാണ് ട്രേഡുകളൊക്കെ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഷോക്കായിരുന്നു ബാങ്ക് നിഫ്റ്റി ചെയ്യൽ. അത് നിങ്ങൾക്ക് ഈ മൂവ്മെൻറ്റ് കണ്ടാലേ അറിയാം. മൂവ്മെൻറ്റ് നമ്മുടെ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് അധികം ഇല്ല. അതായത് 100-200 പോയിൻറ്റ് 250 പോയിൻറ്റ് മൂവ്മെൻറ്റേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിക്ക്. അപ്പോൾ അത്ര ഉള്ളൂ അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് ആ ക്യാൻഡിൽസിൻ്റെ. അതിൻ്റെ ഇടയിൽ നമ്മളൊരു നല്ലൊരു 1:5 ടാർഗറ്റ് അടിച്ചിട്ടുണ്ടെന്ന്. അതൊക്കെ ഒരു പ്രോപ്പർ ട്രേഡാണ്. അതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എത്രയും BTC അതൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ റെഫറൽ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ ലെവൽസിൽ ട്രേഡ് എടുക്കാം. പിന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് എല്ലാവരും സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ആക്കുക. മെയിനായിട്ട് നിങ്ങളുടെ ട്രേഡിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ട്രേഡിങ്ങിൻ്റെ എന്തെങ്കിലും അറിയണവർക്കും ട്രേഡിങ്ങിൽ ബൈയും സെല്ലും ചെയ്യാൻ അറിയണവർക്കും എൻ്റെ ചാനൽ ടെലിഗ്രാം ലിങ്കൊക്കെ നമുക്ക് ഷെയർ ആക്കി കൊടുക്കാം. ആരും കൂടിയും ഏൺ ചെയ്യാൻ പറ്റും. ഫ്രീ ആണ് നമ്മുടെ ടെലിഗ്രാം. നിങ്ങൾക്ക് ഇതിപ്പോൾ സ്റ്റഡി പർപ്പസായിട്ട് ഇതിൻ്റെ ലെവൽസ് കറക്റ്റായിട്ട് പഠിക്കാനാണെന്ന് വെച്ചാലും എനിക്ക് DM ചെയ്യാം. ഒന്നേ നമുക്ക് ടെലിഗ്രാമിൽ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാനൊരു എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇത് ലൈഫ് ലോങ്ങിക്കുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്കും ട്രേഡിങ്ങിനെ കുറിച്ച് അറിയണവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. ഇത് അത്രയും പവർഫുള്ളായിട്ടൊരു മെറ്റീരിയലാണ് മാർക്കറ്റിൽ ട്രേഡിങ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു 1:2 1:3 മിനിമം അടിക്കാൻ പറ്റുന്നൊരു ഏരിയ ആണത്. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ട്രേഡുകൾ അത്യാവശ്യം ഷോക്ക് തന്നെയായിരുന്നു. ഓരോ ടാർഗറ്റേ ഉള്ളൂ, പിന്നെ കുറച്ച് പോയിൻറ്റ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇന്നലത്തെ നമുക്കറിയാലോ, നമ്മൾ ബ്ലാസ്റ്റിംഗ് ആയിരുന്നു ഇന്നലത്തെ. ഒരാഴ്ചയിൽ ഇപ്പോൾ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല ട്രേഡിങ്ങിൽ. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ.